കൃഷ്ണ വിരവി പ്രണന്ദോസ്തുതം കഥനകൃതകുംഭി ഭഗവതി ഭഗവതി. ളതിശയ പെണ്ണഴകിയവൾ ചൂടി ചെന്തമിഴ് പാസുരങ്ങൾ. ഈ കാലങ്ങളിൽ തിരുവാതിരക്കളി എന്ന് പറയുന്നത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ കണ്ട് നമ്മൾ വളരെയധികം നമുക്ക് ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് തിരുവാതിരക്കളി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതായത് തിരുവാതിരക്കളിയിൽ യാതൊരു വിധത്തിലുള്ള തിരുവാതിരക്കളിയിൽ ചെറിയ തോതിൽ ലാസ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും കളിക്കുമ്പോഴാണെച്ചാലും അതിന് അതിൻ്റേതായ ഒരു വഴക്കവും കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറി ഒരു മാർഗംകളി സ്റ്റൈലിലേക്ക് തിരുവാതിരക്കളി എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാണുമ്പോൾ നമുക്കത് വല്ലാത്തൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഇത് സംസാരിച്ചിട്ട് എങ്ങനെ നമുക്കതിനെ ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റും, ഏത് രീതിയിലേക്ക് നമുക്കിതിനെ തിരിച്ച് തിരുവാതിരക്കളിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ക്ലാസിക്കൽ തിരുവാതിരക്കളി എത്തിച്ചേർന്നത്. ശ്രീരംഗനാഥനെ പ്രണയിച്ചു പൂജിക്കാൻ അവളുടെ തിരുപ്പാടം സഖി പണ്ടാളതിശയ പെണ്ണഴകിയവൾ. നമുക്കൊരു തിരുവാതിര കളിക്കണം. ആ തിരുവാതിരയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ കൃഷ്ണൻ രുക്മിണിയെ കട്ടുകൊണ്ട് പോവുകയാണല്ലോ. അപ്പൊ അത് ആ രംഗം ആവിഷ്കരിക്കുന്ന ഒരു തിരുവാതിരക്കളി വേണം, ഒരു തിരുവാതിര വേണം. അങ്ങനെ ഞങ്ങള് നല്ലൊരു പാട്ടിന് വേണ്ടി അന്വേഷിക്കുകയാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ആ പാട്ട് അത്ര അവൈലബിൾ ആയില്ല. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന ഒരെണ്ണം വേണം എന്നൊരു സങ്കല്പത്തിലാണ് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നത്. അതുവരെ നിലവിലുള്ള ഒരു തിരുവാതിരക്കളി എടുത്തുകൊണ്ട് ശേഷം ബാക്കി ഭാഗങ്ങൾ, രുക്മിണി സ്വയംവരം നടക്കുന്ന ഭാഗങ്ങൾ എഴുതാമെന്നൊരു സങ്കല്പം വന്നു. മാർഗഴിപ്പൻ പൗർണമിയിൽ മാർഗഴിപ്പൻ പൗർണമിയിൽ ആയപ്പാടി പാടി വാടി. അപ്പൊ ഞാൻ മുമ്പേ തന്നെ ലളിതഗാനങ്ങളും അതുപോലെ ആൽബം സോങ്സും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു. സ്കൂളിലേക്ക് സംഘഗാനം, ദേശഭക്തി ഗാനം, അങ്ങനത്തെ സംഗതികളൊക്കെ എഴുതിയ ഒരു കാലഘട്ടമായിരുന്നു അത് 2012. അപ്പോഴാണ് എന്നാ പിന്നെ കുറച്ച് വരികൾ ഭഗവാനെ കുറിച്ച് എഴുതിയേക്കാം എന്ന് ചിന്തിക്കുന്നത്. അന്ന് ഞങ്ങൾ ത്രൂ ഔട്ട് ആ സപ്താഹത്തിലുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഞങ്ങൾ കൃഷ്ണഭക്തരായിട്ടുള്ള കലയെ ഉപാസിക്കുന്ന നർത്തകിമാരാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ ജോലി വേറെ പലതുമാണെങ്കിലും ഞങ്ങളുടെ പാഷൻ നൃത്തത്തിലാണ്. ഇത് ഞാനും നീനയും കൂടി ഞങ്ങൾ രണ്ടാളും കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന് നമുക്കൊരു തിരുവാതിരക്കളി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചു. കാരണം ഞങ്ങൾ രണ്ടുപേരും തിരുവാതിരക്കളിയിൽ സാധാരണയായിട്ട് പങ്കെടുത്തിരുന്ന വ്യക്തികളാണ്. അപ്പം നമുക്കിങ്ങനെ ഒരു നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും മോഹിനിയാട്ടം നർത്തകിമാരാണ്. അത് ചെറിയൊരു കാലഘട്ടത്തിൽ പഠിച്ച് അവതരിപ്പിച്ച ആൾക്കാരല്ല. ഇപ്പം ഞങ്ങളെയൊക്കെ മലപ്പുറത്ത് തന്നെ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ നർത്തകിമാരായവരെന്ന് തന്നെയാണ്. കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ തൊട്ട് ഒരു 3 വയസ്സ് തൊട്ടൊക്കെയാണ് ഞാനൊക്കെ നൃത്തത്തിലേക്ക് വരുന്നത്. സ്കൂളിൽ ചേരുന്നതിന് മുമ്പേ നൃത്തം തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ രീതിയിൽ നൃത്തം അഭ്യസിച്ച ആളാണ്. പിന്നെ 18 വർഷം തുടർച്ചയായിട്ട് വേദിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ. അന്ന് ഇന്നത്തെ പോലെയല്ല, ടി വിയും അങ്ങനത്തെ മറ്റു മാധ്യമങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ഡാൻസ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. ലൈവ് ഓർക്കസ്ട്രയോടൊപ്പം ഒരുപാട് വേദിയിൽ ഞങ്ങൾ കളിക്കാറുണ്ട്. വർക്കിംഗ് ഡേയ്സിൽ പോലും സ്കൂൾ കഴിഞ്ഞാൽ വൈകുന്നേരം പോയിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും. രാധികാ നൃത്തകലാക്ഷേത്രത്തിൽ സരോജിനി ടീച്ചറുടെ, കലാമണ്ഡലം സരോജിനി ടീച്ചറിൻ്റെ ശിക്ഷകണങ്ങളായിരുന്നു ഞങ്ങളിൽ പലരും. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് എപ്പോഴും നൃത്തം ഒരു പാഷനാണ്. 1 2 3
മാർഗഴി പൊൻ പൗർണമിയിൽ ആയക്കാടി തന്നിൽ കേട്ടോ പാവ്രതം പാവ്രതം നോറ്റു തീരു പാൽക്കടലെ പള്ളി കൊള്ളും. എന്താ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഒരു 30 വർഷത്തിന് ശേഷം യാദൃശ്ചികമായി അല്ലെങ്കിൽ നിയോഗം പോലെ എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ നീന, വീണ എന്ന് വിളിക്കുന്ന ദേവിശ്രീ. ഞങ്ങൾ 3 പേരും വളരെ കുട്ടികളാകുമ്പം തൊട്ടേ മഞ്ചേരി രാധികയിലെ കലാമണ്ഡലം സരോജൻ ടീച്ചറുടെ ശിഷ്യകളായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഞങ്ങളുടെ ഇടയിലുള്ളത്. പക്ഷേ ഒരു നിയോഗം പോലെ ഒരു 10-30 വർഷം മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇവിടുന്ന് ദൂരേക്ക് പോവുകയും എല്ലാം ഈ നൃത്തമെന്നുള്ള ഒരു ഇതിന്നേ വിട്ടു നിൽക്കുന്ന ഒരാളുമായിരുന്നു ഞാൻ. പക്ഷേ ഒരു 2 വർഷം മുമ്പ് യാദൃശ്ചികമായി നീന നിർബന്ധിച്ചെന്ന് തന്നെ പറയാം എന്നെ ഈ ഒരു ലാസ്യധ്വനിയിലേക്ക് വരുത്തുകയും ഇപ്പം എനിക്കിവിടുന്ന് പോണത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഈ കുടുംബത്തിലെ ഒരംഗമായി മാറുകയും ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഈ തിരുവാതിരക്കളി പണ്ട് സ്കൂളിലൊക്കെ കളിച്ച് നമ്മൾ ട്രഡീഷണൽ തിരുവാതിരക്കളി കളിച്ചിട്ട് ജില്ലയിലും അതുപോലെ കലോത്സവങ്ങളിലും ഇൻ്റർസോൺ കലോത്സവങ്ങളിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അന്ന് ട്രഡീഷണൽ തിരുവാതിര ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം, അങ്ങനെ പഠിച്ച ആൾക്കാരുമാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കളിച്ച സമയത്ത് ഞങ്ങൾ ഈ ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടായി. തിരുവാതിരക്കളി ട്രഡീഷണൽ തിരുവാതിരക്കളിയേക്കാൾ ഒരു മോഹിനിയാട്ടത്തിൻ്റെ ശൈലി വന്നു എന്ന് പറഞ്ഞു. സത്യമാണ്, ഞങ്ങൾ മോഹിനിയാട്ടം ഉപാസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ ശൈലി അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ക്രിറ്റിസിസമായിട്ട് വേണമെങ്കിൽ എടുക്കാം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, പക്ഷേ അതിലൊരു മോഹിനിയാട്ടത്തിൻ്റെ ശൈലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളെപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. കാരണം എങ്ങനെ പോയാലും ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കളിക്കുമ്പോൾ വരും. തിരുവാതിരക്കളി ഏതൊരാൾക്കും ഭംഗിയായും ചിട്ടയായി വട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കളിയിലേക്ക് ഏതൊരാൾക്കും ഏത് സമയത്തും വന്ന് കളിക്കാവുന്ന, ഗ്രൂപ്പായി കളിക്കാവുന്ന, ഒരുപാട് പ്രാക്ടീസുകളൊന്നും വേണ്ടാത്ത, ഒരുപാട് ഒരു പരിധിയിൽ കൂടുതൽ അരമണ്ഡലമോ മുദ്രകളുടെ പെർഫെക്ഷനോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെ ഒരു മാറ്റം ഞങ്ങൾ വരുത്തിയത് ഈ ഒരു വിമർശനം കേട്ടപ്പോൾ ഞങ്ങൾക്കത് വളരെ രസമായിട്ട് തോന്നി. കാരണം നമുക്കൊരു അപ്രീസിയേഷൻ ആയിട്ടാണ് തോന്നിയത്. ഞങ്ങൾ നൃത്തം അഭ്യസിക്കുന്നവരായതുകൊണ്ട്, ക്ലാസിക്കൽ നൃത്തം അഭ്യസിക്കുന്നവരായതുകൊണ്ട്. അതുകൊണ്ട് അടുത്ത വർഷത്തെ സപ്താഹത്തിന് തിരുവാതിരക്കളി തയ്യാറാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു ക്രിറ്റിസിസം വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പുതിയൊരു കലാരൂപം ഉണ്ടാക്കിക്കൂടാ എന്ന് ചിന്തിച്ചു. ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മളൊരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ അത് ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു, അന്ന് നമ്മളെല്ലാം മോഹിനിയാട്ടം ആർട്ടിസ്റ്റ്, അതായത് മോഹിനിയാട്ടം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ മോഹിനിയാട്ടവും കൂടി മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അങ്ങനെയാണ് ആദ്യം നമ്മൾ സ്റ്റെപ്സ് ഇട്ട് തുടങ്ങിയത്. അപ്പം ആദ്യത്തെ ഒരു 2-3 ലൈനിൽ നമ്മൾ സ്റ്റെപ്സൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് തോന്നി ഇത് വളരെ നല്ല രീതിയിലേക്ക് പോവും എന്നൊരു ധാരണ നമുക്കുണ്ടായി. മടിമേൽ ബാക്കിലേക്ക് നേരെ കൈ ഗണപതി ഓക്കെ. കൈക്കുട്ടിക്കളിയല്ല, നോർമലായിട്ടുള്ള തിരുവാതിരക്കളിയുമല്ല. അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളുടെ പാട്ടുകൾ നമ്മൾ തന്നെ രചിച്ചുകൊണ്ട്, കാരണം നേരത്തെ കുമ്മി നമ്മൾ രചിച്ചിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കുമ്മി മാത്രമാക്കണ്ട, ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ തന്നെ എഴുതാം എന്ന ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ തിരുവാതിരക്കളിയിലുള്ള ആ ഭാഗങ്ങളെയൊക്കെ അതുപോലെ തന്നെ, അതായത് പദം, കുമ്മി, കുറത്തി, ആദ്യം നമ്മൾ കുറത്തി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുമ്മി, പിന്നെ ഒരു വഞ്ചിപ്പാട്ട്, മംഗളം, അതുപോലെ ആദ്യം തുടക്കത്തിൽ ഒരു സ്തുതി, അങ്ങനെയായിരുന്നു ചിട്ട. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങൾ ഒരു ശ്ലോകം കൂടി അതിൻ്റെ മുമ്പ് ചേർക്കാൻ തീരുമാനിച്ചു. മൊത്തമായിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ആർട്ട് ഫോമിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. കമലഹാസിനി കമലായിനി. നമ്മൾ ഈ മോഹിനിയാട്ടം കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ തിരുവാതിര കളിയിൽ നിന്ന് അല്ലെങ്കിൽ കൈകൊട്ടിൽ കളിയിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ ഇതിന് എന്ത് നമ്മൾ പേര് കൊടുക്കണം? അങ്ങനെയാണ് നമ്മൾ ഈ പേരിലേക്ക് ഉരുത്തിരിഞ്ഞെത്തുന്നത് ക്ലാസിക്കൽ തിരുവാതിരക്കളി എന്ന് ആവാനുണ്ടായ സന്ദർഭം. മണ്ടാൾ തിശയ
പെണ്ണഴകേ അവൾ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു വെച്ചാൽ ആരൊക്കെ കളിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പം ആരൊക്കെ കളിക്കണം എന്ന് ആകെ ഒരു അന്വേഷണമായി. അന്വേഷണത്തിൽ എല്ലാവരും ഒന്നും അന്ന് പെർഫോം ചെയ്യാൻ അറിയുന്നവരായിരുന്നില്ല. ഞാനും രാജി ചേച്ചിയും തമ്മിൽ ഒന്ന് ചർച്ച ചെയ്തു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആരെയൊക്കെ വിളിക്കണം, ആരെയൊക്കെ അവൈലബിൾ ആവും. കാരണം അന്ന് ഇങ്ങനൊരു ഗ്രൂപ്പില്ല. അപ്പം ഞങ്ങളുടെ ഓർമ്മയിലുള്ള പണ്ട് നൃത്തം അഭ്യസിക്കുകയും സ്റ്റേജിൽ കയറുകയും ഒക്കെ ചെയ്തിരുന്ന കുറച്ച് പേര് അവൈലബിളായി. അത് കഴിഞ്ഞ് പിന്നെ തീരെ നൃത്തം അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിശീലിപ്പിക്കേണ്ടി വന്നു. അന്ന് വരെ സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ലാത്തവരെ ഞങ്ങളുടെ കൂട്ടത്ത് കൂട്ടി ഈ 2-3 ദിവസം കൊണ്ട് അവരെ മെരുക്കിയെടുത്തു എന്ന് തന്നെ പറയാം. പാവൈ വേദം. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവായി ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്രയും കാലഘട്ടമായിട്ട് ഒരു സ്റ്റെപ്പ് പോലും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പലരും പല ഇതിലും ഡാൻസ് പഠിക്കാനുള്ള ഒരു സാഹചര്യമോ പലതും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കൂടെ പല മേളകൾക്കും അങ്ങനെയൊക്കെ പോകുമെന്നല്ലാതെ ഞാനായിട്ടൊരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു പേടിയോട് കൂടി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. പൂതനയം രാക്ഷസി പാൽ പൊളിച്ച് കൊണ്ട നേരം. ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ അങ്ങനെ കുറച്ചൊന്ന് ഏജ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. പലരും ഞങ്ങളോട് പറയുന്നു, നിങ്ങളാണ് ഞങ്ങളെ അതിൻ്റെ മോട്ടിവേഷൻ ആയിട്ടുള്ളത് എന്ന് ഞങ്ങളോട് പറയാറുണ്ട്. അത് സത്യമാണെന്ന് ഞങ്ങൾക്കും അറിയാം. കാരണം ആ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും നിന്ന് നല്ല കഠിനമായിട്ടുള്ള പ്രാക്ടീസ്. ജോലി കഴിഞ്ഞ് വന്ന് എല്ലാവരും കുട്ടികളെ സ്കൂളിൽ വിടുന്നവരും ജോലി കഴിഞ്ഞെത്തിയ ഭർത്താക്കന്മാരൊക്കെ വീട്ടിലെത്തുന്നതിന് മുമ്പ് വീട്ടിലെത്താനുള്ളവരും ഒക്കെയാണ്. പക്ഷേ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ കൃത്യമായ സപ്പോർട്ടോടു കൂടി ഞങ്ങളുടെ ഈ ഒരു പാഷന് അവരെല്ലാവരും കൂടെ നിന്നു. എല്ലാവരുടെയും ഭർത്താക്കന്മാരെ അതിന് പ്രത്യേകം അഭിനന്ദിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അതെ, എൻ്റെ ഹസ്ബൻഡ് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് ശബരീഷ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ സബട്ടം വീടങ്ങോട്ട് വിട്ടുതരുമായിരുന്നു അമ്മയാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ വീട്ടിലേക്ക് കയറാൻ പറ്റാണ്ട് നേരം വൈകി വീട്ടിൽ കയറാറുണ്ട് പോലുണ്ട്. കാരണം അത്രയും ഞങ്ങൾക്ക് വിട്ടു തന്ന് അവിടെയാണ് ഞങ്ങളിത് ഈ ഒരു കളി രൂപപ്പെടുത്തുന്നത്. പോകേണ്ട ദിവസം പോകേണ്ട സമയം ദിവസമല്ല, ഞാൻ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങളൊരു രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ നമ്മൾ പോകുന്ന പോലെ തന്നെ നമ്മുടെ സ്ഥിരം ട്രാവലർ അതിൽ നമ്മൾ ഏർലി മോർണിംഗ് 4 മണിക്ക് പോകണം. ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞ ഒരു കൂട്ടായ്മ, മാനസിക സന്തോഷം ഇതൊക്കെ നൽകുന്നതാണ് ലാസ്യധ്വനി. ഞങ്ങൾ ആ കൂടുമ്പോൾ കിട്ടുന്ന സന്തോഷം. അതിലെന്താണ് നിങ്ങൾ തീമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തീമൊന്നുമില്ല, ഒരു കൃഷ്ണഭക്ത, ഒരു കൃഷ്ണൻ രാധ എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു സ്വപ്നത്തിൽ ഒരു നർത്തകിയുടെ കൺസെപ്റ്റ് വരുന്നു, അതവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്വപ്നം. കേരള നടനം എന്ന് പറഞ്ഞ ഒരു കലാരൂപം ആദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് പിന്നീട് ഉണ്ടായ ഒരു കലാരൂപമാണ്. അതുപോലെ തന്നെയാണ് ക്ലാസിക്കൽ തിരുവാതിരക്കളി എന്ന ഒരു ഫോം നമ്മൾ രൂപം കൊടുത്തതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മൾ പഴയ ഒരു പാട്ടുകളും അല്ല നമ്മൾ എടുക്കുന്നത്. തിരുവാതിരക്കളിക്ക് മിക്കവാറും കഥകളി സംഗീതത്തിലെ ഭാഗങ്ങളാണ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കഥകളി സംഗീതം അല്ലെങ്കിൽ കേട്ട് പഴകിയ തിരുവാതിരക്കളി പാട്ടുകൾ തന്നെയുണ്ട്, തിരുവാതിര പാട്ടുകളുണ്ട്. പണ്ട് മുത്തശ്ശിമാരൊക്കെ പാടി പരിശീലിച്ചിട്ടുള്ള തിരുവാതിര പാട്ടുകൾ, അതൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മളെ ട്രഡീഷണലായിട്ടുള്ള കൈകുട്ടിക്കളി വരുന്നത്. ആ കൈകുട്ടിക്കളിയെ ഞങ്ങൾ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടേതായ ഒരു പ്രത്യേക കലാരൂപത്തിലേക്ക് മാറിയത്. ആ ചുവട് മാറ്റത്തിൽ പക്ഷേ ഞങ്ങൾ മാക്സിമം ആ ഒരു ട്രഡീഷണൽ ശൈലി പിന്തുടരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതായത് പാട്ടുകളാണെങ്കിലും എന്തെങ്കിലും എഴുതുക എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മൾ മണിപ്രവാളം ശൈലിയിൽ തന്നെ മലയാളവും സംസ്കൃതവും കലർത്തിക്കൊണ്ട് തന്നെ ഭാഷാശുദ്ധിയോടുകൂടി അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു കഥകളി സംഗീതത്തിൻ്റെ ഒരു ശൈലിയിൽ രചന നിർവഹിക്കാൻ ശ്രമിക്കാറുണ്ട്. ശ്ലോകം ഞങ്ങൾ സംസ്കൃതത്തിൽ തന്നെയാണ് രചിക്കാറുള്ളത്. ലാസ്യത്ര ഈ തിരുവാതിരക്കളിക്ക് ഉപയോഗിക്കുന്ന എല്ലാം നമ്മൾ എഴുതി ചിട്ടപ്പെടുത്തിയ വരികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാട്ട് പാടുന്നത് ഒന്ന് ഹർഷ കൃഷ്ണനാണ് ഒന്ന് പാടുന്നത്. നമ്മളെ പാട്ട് നമ്മളെ പാട്ട് ഏറ്റവും ആദ്യം പാടിയിട്ടുള്ളത് രാജി ചേച്ചിയായിരുന്നു ഒന്ന്. പിന്നെ നമ്മൾ തുടങ്ങുമ്പോ പിന്നെ ഒന്ന് ഗൗതമി സീമ ടീച്ചറിന്റെ മോള് ഗൗതമിയായിരുന്നു. ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഞങ്ങള് രുക്മിണി സ്വയംവരത്തിൽ എഴുതിയ ഒരു വരി, ചില വരികളായിരുന്നു. അതിൽ ഞങ്ങൾ
കൃത്യമായിട്ട് തിരുവാതിരക്കളി, ക്ലാസിക്കൽ തിരുവാതിരക്കളിയായിട്ട് എഴുതിയ ഫോം എന്ന് പറയുന്നത് ദേവദേവദീന ബന്ധോ ദേവകീ തനയാ നിന്നോ എങ്ങനെ ചൊല്ലേണ്ടു ഞാനാ കാമിനി മനം എന്നിങ്ങനെ ബ്രാഹ്മണൻ ചെന്നിട്ട് രുക്മിണിയുടെ മനസ്സിലെ സന്താപം കൃഷ്ണനെ അറിയിക്കുന്ന വരിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ക്ലാസിക്കൽ തിരുവാതിരക്കളി എന്ന ഫോമിൽ എഴുതുന്നത്. അതിന് അവലംബമായിട്ട് നമ്മൾ എടുത്തത് കൃഷ്ണഗാഥയിലെ രുക്മിണീ സ്വയംവരമായിരുന്നു. അപ്പം ആദ്യം നമ്മൾ എഴുതിയിട്ട് ഇത് എങ്ങനെ കമ്പോസ് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഞാൻ എഴുതുമ്പോൾ ആ വരികൾക്ക് ചെറിയൊരു ഈണം ഉണ്ടാവും, മനസ്സിലേ ഉണ്ടാവും. അത് അങ്ങനെ എഴുതിയ വരികൾക്ക് രാജി ചേച്ചി അത് മ്യൂസിക് ചെയ്തു പറഞ്ഞാൽ രാജി ചേച്ചിയുടേതായ ഒരു ട്യൂണ് ഇട്ടു. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു രീതിയിലാണ് ആദ്യമായിട്ട് അതിനെ ട്യൂൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ശിവദാസ് വാര്യർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടെയുള്ള മ്യൂസിക് സാറുണ്ട്, അദ്ദേഹത്തെ ഇത് കൊണ്ട് കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളിട്ട ആ ട്യൂൺ തന്നെ ഞാനൊന്ന് മയപ്പെടുത്തി തരുന്നേ ഉള്ളൂ, ഇത് തന്നെ മതി, ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യത്തെ തിരുവാതിരക്കളി കയറുന്നത്. രണ്ടാമത്തെ വർഷമായപ്പോഴേക്ക് ഞങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനോട് കൂടി ഇത് ചെയ്യണം എന്നുള്ളത് തീരുമാനമായി. അപ്പോൾ ഞങ്ങളുടെ നൃത്തത്തിന് ഒരുപാട്, അന്ന് കാലത്ത് അദ്ദേഹം 40ഓളം വർണ്ണങ്ങൾ ചെയ്തിട്ടുള്ള, മോഹിനിയാട്ടം വർണ്ണങ്ങൾ ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഇപ്പം അതൊന്നുമല്ല, 100-ൽ പരം വർണ്ണങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ബാബുരാജ് വടക്കാഞ്ചേരി. അപ്പോൾ ഞങ്ങൾ സാറിനെ സമീപിച്ചു. അപ്പോൾ സാറിനെ മുമ്പ് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ സാറിനെ സമീപിച്ചു. സാറാണതിന് കൃത്യമായിട്ടുള്ള ഒരു ചിട്ടവട്ടത്തിലൂടെ എല്ലാ വരികൾക്കും, ഓരോ വരികൾക്കും അല്ലെങ്കിൽ ഓരോ പോർഷനും ഓരോരോ രാഗങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതിവിദഗ്ധമായിട്ടുള്ള സംഗീത സംവിധാനം എടുത്തു പറയേണ്ടതാണ്. കാരണം ഞങ്ങളുടെ ക്ലാസിക്കൽ തിരുവാതിരക്കളിയെ ഇത്രമേൽ ജനപ്രിയമാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്, വലിയൊരു പ്രതിഭയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിഭ കൂടി കലർന്നപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസിക്കൽ തിരുവാതിരക്കളി ഇന്ന് കാണുന്ന ഒരു വേർഷനിലേക്ക് ഓരോ വർഷവും മികച്ച രാഗങ്ങളുടെ സമ്മേളനമായിക്കൊണ്ട് മാറി വന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ഭക്തിയോടുകൂടി, അതേസമയം ഭാഷയെ വളരെ മനോഹരമായിട്ട് എന്താ പറയുക ധ്യാനിച്ചുകൊണ്ട്, കാരണം ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് ഈ ഒരു ക്ലാസിക്കൽ തിരുവാതിരക്കളിയുടെ രചന നിർവഹിക്കുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രദേശമാണ് ഇവിടം. ഈ ഒരു ക്ലാസിക്കൽ തിരുവാതിരക്കളി തിരുപ്പാവെ അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി പ്രദീപ്, മീന ശബരീഷ്, അഞ്ജന കുമാർ, ദേവിശ്രീ സന്തോഷ്, ശ്രീജ വിശ്വൻ, ദീപ്തി സന്ദീപ്, ഡോക്ടർ സുധർമ്മ അരുൺ, വൈഷ്ണവി ശബരീഷ്. അപ്പവുമൊരു പറയവിലും ശർക്കര നീദ്യമുറങ്ങും കുടവയറും അപ്പൊരുളൊറ്റ കുമ്പൊടകറ്റുക സങ്കടമഖിലം ശിവ. സപ്താഹത്തിന് ഗുരുവായൂരപ്പന് മുമ്പിലാണ് ഞങ്ങളിത് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട്. അതുകൊണ്ട് കൃഷ്ണഭക്തി എന്നുള്ള ഒരു വലിയ എലമെൻ്റാണ് ഇത്രയും വർഷങ്ങളായി. ഞങ്ങൾ 12 തിരുവാതിരക്കളി പാട്ടുകൾ ഞങ്ങൾ എഴുതി കഴിഞ്ഞു. 13ാമത്തേതിലേക്കുള്ള രചന നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഭഗവാന്റെ ഒരു നിശ്ചയമാണ് ഞങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് എന്തുകൊണ്ട് ക്ലാസിക്കൽ തിരുവാതിരക്കളി ഈ രീതിയിലേക്ക് തുടർന്നു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു പരമമായ ഘടകം എന്ന് പറയുന്നത് ഭക്തിയാണ്. അതാണ് ഞങ്ങളുടെ വ്യത്യസ്തത. വെറുതെ ഒരു ആർട്ട് ഫോം അവതരിപ്പിക്കുക എന്നുള്ളതല്ല, അതിലൊരു ഭക്തിയുടെ ഒരു എലമെൻ്റ് ഉണ്ട്. പിന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ ഞങ്ങളിത് അവതരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ അവിടുത്തെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയെ കുറിച്ചിട്ടുള്ള കഥകളിലേക്ക് ഒരു കുറച്ചെങ്കിലും ഭാഗം അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ മള്ളിയൂർ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് മള്ളിയൂർ ഗണപതി ഭഗവാനെ കുറിച്ചിട്ട് ഉള്ള ഒരു സ്തുതിയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ തുടങ്ങിയിട്ടുള്ളത്.
വിദ്യാരൂപിണി വല്ലകി വാദനം. ക്ലാസിക്കൽ തിരുവാതിരക്കളി വ്യത്യസ്തത കൊണ്ടുവന്നതുപോലെ തന്നെ കോസ്റ്റ്യൂമിലും നമ്മൾ കുറച്ച് വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂംസ് എല്ലാവരും ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ്ങിലായാലും മോട്ടീവ്സൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പ്രിൻ്റ് ചെയ്യിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ താമര ഞങ്ങൾ പിന്നെ വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ താമരയുടെ മോട്ടീവ്സ് പറഞ്ഞു കൊടുത്ത് ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ തിരുവാതിരക്കളി ക്ലാസിക്കൽ തിരുവാതിരക്കളി അവതരിപ്പിച്ച സമയത്ത് നമ്മൾ ഗണപതിയുടെ മോട്ടീവ്സ് പ്രിൻ്റ് ചെയ്യിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. സ്റ്റേജിലേക്ക് വേണ്ട കോസ്റ്റ്യൂം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് അതിൻ്റെ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പൂവാണ് നമ്മൾ പ്രത്യേകം ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അത് പല കളറിലുള്ള ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ആണ്ടാളതിശയ പെണ്ണഴകിയവൾ ചൂടി ചിന്തമിഴ് പാശുരങ്ങൾ. ഇത് സോഷ്യൽ മീഡിയയിൽ എത്തിക്കുക എന്നുള്ളത്, അതിൽ വരുന്ന കമൻസിന് അപ്പോഴും തിരിച്ച് കമൻസ് ഇടുക എന്നുള്ളത് ഒക്കെയാണ് എൻ്റെ ഡ്യൂട്ടിയിലായിട്ട് വരുന്നത്. അതും ഞങ്ങൾ ആദ്യമൊന്നും ഇതങ്ങനെ പബ്ലിഷ് ചെയ്തിരുന്നില്ല. ഞങ്ങളുടെ സോങ് കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെ പബ്ലിഷ് ചെയ്തിരുന്നില്ല. ഫുള്ളായിട്ട് സോങ് പോകും എന്നൊക്കെയുള്ള പേടി കൊണ്ട്. എങ്കിലും 2 സോങ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. ഒന്ന് എൻ്റെ പേജിലും ഒന്ന് നീന ടീച്ചറുടെ പേജിലും. പിന്നെ വേറൊരെണ്ണം ശബരീഷ് സാറിൻ്റെ, നീന ടീച്ചറുടെ ഹസ്ബൻഡായിട്ടുള്ള സാബുവേട്ടൻ്റെ പേജിലുമായിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് പോരാ, നമ്മളുടെ ഇത് പുറമേക്ക് എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയതിന് ശേഷം ഒരു കോവിഡിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു 18-19 ആ ടൈമിലാണ് ഞാനും എൻ്റെയും നീനയുടെയും കൂടി ഒരു കോമൺ അക്കൗണ്ടായിട്ട് ലാസ്യധ്വനി എന്നുള്ള പേജ് FBയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ മെല്ലെ മെല്ലെ ഞങ്ങൾ ചെറിയ ചെറിയ റീൽസൊക്കെ ഇട്ട് തുടങ്ങി. അതൊക്കെ നന്നായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കയറി. പിന്നെ കോവിഡ് ടൈമിൽ നമുക്ക് അധികം പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം കോവിഡിന് ശേഷം പിന്നെ അങ്ങോട്ട് ഞങ്ങൾ കൃത്യമായിട്ട് റീൽസൊക്കെ ഇടാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 10.9K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഫോളോവേഴ്സും ധാരാളം പേര് നല്ല നല്ല കമൻസ് ഇടുന്നുണ്ട്. കഴിയുന്നതും ഉടൻ തന്നെ അതിനുള്ള മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ റീൽസ് ആണെങ്കിലും ഇടുന്നത് കൊണ്ട് ധാരാളം പേർക്ക് പ്രോഗ്രാം എന്താണെന്നും ഇത് കാണണമെന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് ദൂരെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പലരും ഇത് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആയർകുലമണി വിളക്കാകിയ ശ്രീദാമോദരൻ കർമ്മദോഷമകറ്റുവോൻ സുന്ദരിമാരേ. നമ്മുടെ ഈ ടീമിൽ അംഗമാണെന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. കാരണം പുറത്തേക്ക് പോകുമ്പോൾ ലാസ്യധ്വനിയിലുണ്ടല്ലേ എന്ന് ചോദിക്കുന്നതും ഓരോ കളി കഴിഞ്ഞപ്പോൾ ഞാൻ ചുരുങ്ങിയ കാലമായിട്ടേയുള്ളൂ ഇതിൽ വന്നിട്ട് 3 വർഷമായിട്ടേയുള്ളൂ. അപ്പോൾ ഓരോ കളി കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വളരെ നന്നായിരുന്നു, എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് എന്നൊക്കെ മീന ടീച്ചറുടെ അടുത്തും രാജി ടീച്ചറുടെ അടുത്തും എല്ലാ ടീം മെമ്പേഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ഇനി ഇതിൽ തുടരാനും അത്രയും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം തന്നെ പറയണം. ഞാനും ഒരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് ശരിക്കും ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു 10-20 പരിപാടികളോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേജും ഓർത്തിരിക്കാൻ പറ്റുന്ന സ്റ്റേജുകളായിരുന്നു. കാരണം നമ്മൾ കളിച്ചിറങ്ങിയ ഉടനെ ആൾക്കാർ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുന്നു. വളരെ ചില അമ്മമാരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. വളരെയധികം അവർ അത്രയും ആഴ്ന്നിറങ്ങി നമ്മളെ ഡാൻസ് കണ്ടു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഒരു വേറെ ലെവലിലേക്ക് ഈ ലാസ്യധ്വനി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആൾക്കാരെ. സാധാരണ ഒരു തിരുവാതിരക്കളി അല്ലാത്തതുകൊണ്ടും ഇതിൻ്റെ പാട്ടായാലും ചുവടുകളായാലും വേഷഭംഗിയായാലും എല്ലാം കൊണ്ടും വേറൊരു തലത്തിലേക്ക് ആൾക്കാരെ
ആൾക്കാരുടെ മനസ്സിനെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവായിട്ടാണ് ആൾക്കാർ വന്ന് നമ്മളെ അത്രയും വികാരഭരിതരായിട്ടാണ് ആൾക്കാർ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കലും അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യലും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ എഫേർട്ടാണ് അത് അത്രയും ആൾക്കാരെ ഏറ്റെടുത്തു, അത്രയൊരു ആ ഒരു ലെവലിലേക്ക് പോയി എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, അഭിമാനം. ബദരീ കൃഷ്ണ ശുഭമംഗളം ജയ ബദരീ കൃഷ്ണ